തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്ത് ഇന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തദ്ദേശ സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച 8 അംഗങ്ങൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചുകൊണ്ട് BJPയുടെ പിന്തുണയോടുകൂടി തങ്ങൾ നിർദ്ദേശിച്ച ഒരു UDF വിമതയെ പ്രസിഡന്റാക്കി മാറ്റി. അതിന്റെ പേരിൽ വലിയ വിവാദങ്ങൾ അവിടെ ഉടലെടുത്തു. അതായത് നേരം വെളുത്തപ്പോഴേക്കും നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും കോൺഗ്രസിന്റെ 8 അംഗങ്ങളും BJP ആയിട്ട് മാറി എന്നതുൾപ്പെടെയുള്ള പ്രചരണങ്ങള് വിമർശനങ്ങളൊക്കെയാണ് മറ്റത്തൂരിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിൽ 24 അംഗങ്ങളാണുള്ളത്. അതിൽ 10 എണ്ണം LDF നേടി. UDFന് അവിടെ 8 അംഗങ്ങളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ 2 UDF സ്വതന്ത്രരും അല്ലെങ്കിൽ UDFന്റെ വിമതരായിട്ട് 2 പേരും അവിടെ മത്സരിച്ച് ജയിച്ചു. BJPക്ക് 4 അംഗങ്ങളാണ് ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ UDFനെ സംബന്ധിച്ച് മികച്ച ഒരു മുന്നേറ്റമാണ് ഇത്തവണ അവിടെ നടത്താൻ കഴിഞ്ഞത്. കാരണം കഴിഞ്ഞ 10-25 വർഷമായിട്ട് LDF ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് മറ്റത്തൂര്. കഴിഞ്ഞ തവണ 5 അംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്ന UDFന് അത് 10ലേക്ക് വിമതരെ കൂടി ഉൾപ്പെടുത്തിയാൽ 10ലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ അന്ന് നടന്ന തദ്ദേശ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന 8 അംഗങ്ങളും പൊടുന്നനെ രാജിവെച്ചുകൊണ്ട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് BJPയുടെ പിന്തുണ സ്വീകരിച്ച് UDFന്റെ വിമതയായിട്ട് മത്സരിച്ച് വിജയിച്ച ഒരു വനിതയെ പ്രസിഡന്റാക്കി. ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റ് പദവിയും UDF നേടിയെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ UDF കോൺഗ്രസ് തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്തൊരിടത്തും ഒരു തദ്ദേശ സ്ഥാപനത്തിലും CPMന്റെയോ BJPയുടെയോ SDPIയുടെയോ പിന്തുണയോടുകൂടി ഒരു പദവിയും തങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഈ 3 പാർട്ടികളുടെയും പിന്തുണയോടുകൂടി എവിടെയെങ്കിലും ഒരു അധ്യക്ഷ പദവിയോ ഉപാധ്യക്ഷ പദവിയോ ലഭിച്ചാൽ ഉടനടി ആ സ്ഥാനം രാജിവെച്ച് തങ്ങളുടെ നിലപാട് അറിയിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പല പഞ്ചായത്തുകളിലും SDPയുടെ പിന്തുണയോടെ വിജയിച്ച പലരും അധ്യക്ഷ ഉപാധ്യക്ഷ പദവികൾ രാജിവെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ ചിലയിടത്ത് തൃശ്ശൂരിലെ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ അതുണ്ടായില്ല. അവർക്കെതിരെ കർശന നടപടിയിലേക്ക് പാർട്ടി ഇപ്പോൾ നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മറ്റത്തൂരിൽ പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് BJPയുടെ പിന്തുണയോടുകൂടി ലഭിച്ച സ്ഥാനമാനങ്ങൾ രാജിവെക്കാൻ അവരിതുവരെയും തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അവർ പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടു. അവിടെ പ്രാദേശികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും ഇന്നലെ ഈ പറയുന്ന 8 അംഗങ്ങളും അവിടെ ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തി. അവർ നടത്തിയ ന്യായീകരണങ്ങളൊന്നും തന്നെ അവർ നിരത്തിയ ന്യായീകരണങ്ങളൊന്നും തന്നെ ആർക്കും ദഹിക്കുന്ന കാര്യങ്ങളല്ല. പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടിയുടെ നയങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമായിട്ട് BJPയുടെ പിന്തുണ നേടി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നേടിയെടുത്ത ആളുകൾ അവര് പാർട്ടി വീണ്ടും തങ്ങളെ കേൾക്കണമെന്നൊരാവശ്യമാണ് വെക്കുന്നത്. എന്നാൽ ഇവർക്കെതിരെ കർശനമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ 8 പേരെയും ഈ 2 വിമതർ ഉൾപ്പെടെ ജയിച്ച 10 പേരെയും അയോഗ്യരാക്കുന്ന നടപടികളിലേക്ക് കടക്കാനാണ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ആ വിമതരായിട്ട് മത്സരിച്ച് ജയിച്ച 2 പേരെയും ഈ പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം പ്രാദേശിക നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ തന്നെ അഭ്യർത്ഥന മാനിച്ച് 2 പേരെയും പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിരുന്നു. അപ്പോൾ 10 പേരും കോൺഗ്രസിന്റെ അംഗങ്ങളാണ് അവിടെ ഉള്ളത്. ഈ 10 പേർക്കെതിരെയും അയോഗ്യത നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. കാരണം പാർട്ടിയുടെ തീരുമാനം ലംഘിച്ചുകൊണ്ട് BJPയുടെ പിന്തുണയോടുകൂടിയാണ് അവര് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും സ്ഥാനങ്ങളിലേക്ക് ജയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, പാർട്ടിയോട് ആലോചിക്കാതെ പാർട്ടിയിലെ അംഗത്വം അവർ രാജിവെച്ചിരിക്കുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പറയുന്ന അയോഗ്യതയുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിൽ മാർഗരേഖയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതാണ്: ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ പാർട്ടിയുടെ ലേബലിൽ ജയിച്ച ആളുകൾ അവര് പാർട്ടി അംഗത്വം സ്വമേധയാ ഉപേക്ഷിച്ചാൽ അവര് അയോഗ്യരാക്കപ്പെടും. അവരെ അയോഗ്യരാക്കാനുള്ള ഒരു കാരണമായിട്ടത് മാറും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 10 പേരെയും അയോഗ്യരാക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ 10 പേരും ഇപ്പോൾ പാർട്ടി തങ്ങളെ കേൾക്കണം, പാർട്ടിക്കൊപ്പമാണ് തങ്ങൾ എന്നൊക്കെയുള്ള നിലപാട് മാറ്റത്തിലേക്ക് വന്നിരിക്കുന്നത്. അയോഗ്യത ലഭിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 10 പേർക്കും അടുത്ത 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുകയില്ല എന്ന വലിയൊരു പ്രതിസന്ധി അവർക്ക് മുന്നിലുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടാകണം അവരിപ്പോൾ പാർട്ടിയോട് ഒത്തുനിൽക്കാം, അല്ലെങ്കിൽ പാർട്ടി തങ്ങളെ കേൾക്കണം, പാർട്ടി പറഞ്ഞാൽ തങ്ങൾ ഈ സ്ഥാനമാനങ്ങൾ രാജിവെക്കും എന്നുള്ള നിലപാടിലേക്കൊക്കെ തന്നെ എത്തിയിരിക്കുന്നത്. അവിടെ BJP വലിയൊരു കളിയാണ് കളിച്ചത്. കാരണം CPMനെ അധികാരത്തിൽ നിന്നും പുറത്തു നിർത്താനായിട്ട് ഈ പറയുന്ന കോൺഗ്രസിന്റെ 10 അംഗങ്ങളെയും വലവീശി പിടിച്ചുകൊണ്ട് അവരെ പാർട്ടിയിൽ നിന്ന് രാജിവെപ്പിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ചതിയിലേക്ക് പോയിരിക്കുന്നത്. ഈ പറയുന്ന കോൺഗ്രസിന്റെ 10 അംഗങ്ങളും അവരവരുടെ വിവരക്കേട് കൊണ്ടോ അല്ലെങ്കിൽ
സ്ഥാനമാനങ്ങൾക്ക് പിന്നാലെ പോകാനുള്ള വ്യഗ്രത കൊണ്ടോ ഒക്കെ തന്നെ സ്വന്തം കുഴി തോണ്ടിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPയുടെ 4 അംഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല. മറിച്ച് ഈ BJPയുടെ പിന്നാലെ പോയ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച 8 പേരും ഒപ്പം തന്നെ വിമതരായി ജയിച്ച 2 പേരും ഈ 10 പേർക്കും അയോഗ്യത ഭീഷണി നിലനിൽക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ അടുത്ത 6 വർഷത്തേക്ക് ഇരുളടയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതിനുള്ള നിർദ്ദേശം KPCC ഉൾപ്പെടെ തൃശൂർ DCCക്ക് നൽകിയിട്ടുണ്ട്. DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് അദ്ദേഹം ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അയോഗ്യത നടപടികൾ 10 ദിവസത്തിനകം തന്നെ അതിനുള്ള നടപടികൾ തുടങ്ങും എന്നും പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ സംസ്ഥാനത്ത് അത്തരത്തിൽ കൂറുമാറി മുന്നണിയുടെ നിലപാടിന് വിരുദ്ധമായിട്ട് വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തവരെ ഒക്കെ തന്നെ അയോഗ്യരാക്കാനുള്ള ശക്തമായ നടപടികളിലേക്ക് സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ മുന്നോട്ട് പോവുകയാണ്. അത് തങ്ങളുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് CPM-ന്റെയോ BJPയുടെയോ SDPIയുടെയോ പിന്തുണ തങ്ങൾക്കൊരു തദ്ദേശ സ്ഥാപനത്തിലും വേണ്ട എന്നുള്ള വളരെ സുവ്യക്തമായ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം തന്നെ പ്രഖ്യാപിച്ചത്. ആ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ല. പാർട്ടിയിൽ നിന്ന് മാത്രമല്ല, അവരെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ അയോഗ്യരാക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്ന് DCCകളും നേതൃത്വവും ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റത്തൂരിൽ ഈ പറയുന്ന പോലെ ഈ 10 പേർക്കും ഈ അയോഗ്യതാ ഭീഷണി അങ്ങനെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ വിഷയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാർട്ടിയുടെ നിലപാടുകൾക്കൊക്കെ നീങ്ങാനായിട്ട് ഉള്ള ഒരു സാധ്യത അവർ തുറന്നു പറയുന്നുണ്ട്. പാർട്ടിക്ക് വിധേയരായി നിൽക്കാൻ തങ്ങൾ സന്നദ്ധരാണ് എന്ന ഒരു നിലപാടിലേക്ക് അവർ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവര് പറയുന്ന പോലെ DCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന പദവികൾ നിങ്ങൾ രാജിവെക്കുക, അധ്യക്ഷ ഉപാധ്യക്ഷ പദവികൾ നിങ്ങൾ രാജിവെക്കുക, രാജിവെച്ചാൽ പാർട്ടി പറയുന്നത് അനുസരിച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാം എന്നൊരു നിലപാടാണ് DCC അധ്യക്ഷൻ പങ്കുവയ്ക്കുന്നത്. അതിനവർ സന്നദ്ധമാവുകയാണെങ്കിൽ പാർട്ടി അവരെ ഉൾക്കൊള്ളും. അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അയോഗ്യത നടപടികളുമായിട്ട് ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം.